ലളിതമാണ്. മഹാത്മാക്കളെല്ലാം പറഞ്ഞിട്ട് ഇത് പറഞ്ഞ് ഭീകരാവസ്ഥയാക്കി വെച്ചിരിക്കുകയാണേ. ഇതെന്താണ് ബോധ്യമാവാത്തത്? മനസ്സും ഇല്ലാത്തൊരു അഹംബോധവും മനസ്സും ചുമ്മാ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ചിന്തകളിൽപ്പെട്ട് കാലത്തോട്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ്, ഇതെല്ലാം ഭ്രമമല്ലേ, ഇതെല്ലാം ചലനമല്ലേ, അത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ മാറുന്ന മനസ്സിനെ അറിയുന്ന മാറാത്ത ഒരു സത്ത അതിന്റെ പിന്നിൽ ഉണ്ടെന്നുള്ളത് എപ്പോ ഒരാൾ വിസ്മരിക്കുന്നു അയാൾ ആത്മഹന്താവാണ്. അയാള് അജ്ഞാനി എന്ന് പറയും. ആ സമയം തന്നെ അറിഞ്ഞുകൊണ്ട് അയാൾ വിവരിക്കുമ്പോൾ വ്യവഹാരങ്ങളിൽ അദ്ദേഹത്തിന് ഇപ്പൊ സംസാരിക്കുന്ന സംസാരത്തിനകത്തും അയാൾക്കൊരു സംഘമില്ല, അയാൾക്കൊരു ബന്ധമില്ല. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഈ ജ്ഞാനി അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനി തന്റെ സ്വരൂപം അറിവാണെന്ന് അറിഞ്ഞിരിക്കുന്നു, അജ്ഞാനി തന്റെ ദേഹ സത്യമാണെന്ന് അറിഞ്ഞ് പ്രപഞ്ചവും സത്യമാണെന്ന് അറിഞ്ഞ് വിവരിച്ചു പോകുന്നു. വീണ്ടും ആ ചിത്തം ഉള്ളതുകൊണ്ട് മനസ്സുള്ളതുകൊണ്ട് അതിനനുസരിച്ച് ശരീരം രൂപപ്പെടുന്ന പോലെ വീണ്ടും തോന്നുന്നു, വീണ്ടും വരുന്ന പോലെ തോന്നുന്നു. എപ്പോൾ ഇതിന് ഒരു പുഷ്ടാപ്പെടണോ തന്റെ ഈ മനസ്സിന്റെ പ്രകാശിപ്പിക്കുന്ന സത്ത ഒരുപോലെ എപ്പോഴും ഉള്ളതാണ്, അതാണ് താനെന്ന് അറിഞ്ഞിരിക്കാൻ അയാൾക്ക് കഴിയണം. ഇത്രയേ വേദാന്തം. അല്ലാതെ വേദാന്തം എന്ന് പറഞ്ഞാൽ പുസ്തക ജ്ഞാനത്തിന്റെ അവസാനമല്ല. തന്നിലേക്ക് ഉള്ളിലേക്ക് നോക്കി തന്നെ വീക്ഷിച്ച്